ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ മലയാളം ഫിലിംസ് അപ്ഡേറ്റ്സ്, അതായത് OTT ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ ഒരു 2-3 ഇറങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി ഇറങ്ങുന്ന പടങ്ങളാണ്. ഒന്ന് ബാഡ് ബോയ്സ്, ഓണത്തിന് ഇറങ്ങിയ ഒരു പടം. പിന്നെ കപ്പ്, നമ്മളെ മാത്യൂസിൻ്റെ. പിന്നെ വരുന്നത് പുഷ്പക വിമാനം എന്ന് പറഞ്ഞ ഷിജു വിൽസനും ബാലു വർഗീസും കൂടി അഭിനയിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ബാഡ് ബോയ്സ് നമ്മളെ ഓണത്തിനിറങ്ങിയ പടമാണത്. ഓണത്തിനിറങ്ങിയ ബാഡ് ബോയ്സ് എന്ന പടത്തിൽ നമ്മളെ റഹ്മാനിക്ക, പണ്ടത്തെ യൂത്ത് ഐക്കോൺ റഹ്മാനിക്കയും പിന്നെ നമ്മളെ ബാബു ആൻ്റണി മാസ് ചങ്ങായും ധ്യാൻ ശ്രീനിവാസൻ, ഇമാതിരിയുള്ള നല്ല അത്യാവശ്യം ഒരു ആവറേജ് ലെവലിൽ പോയ ഒരു പടമാണത്. വലിയ വൺ ഹിറ്റ് എന്നൊന്നും പറയാനില്ല. ഒമർ ലുലു പടമാണത്. ഏകദേശം ഒരു ആവറേജ് ലെവലിൽ. പണ്ട് മുന്നേ ഒക്കെ നമ്മളൊരു 80s ഇറങ്ങില്ലേ, കുറച്ച് ഉപ്പ് കണ്ട ബ്രദേഴ്സ്, അങ്ങനത്തെ എനിക്ക് തോന്നിയതാണ്. കോമഡി ജോണറാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗ്യാപ്പിൽ ഞാൻ പണ്ടത്തെ പടങ്ങളുണ്ടാവും, അത് ഉപ്പ് കണ്ട ബ്രദേഴ്സ്. അതിൻ്റെ അടുത്ത് കോമഡിയും ഉണ്ടാവും, അത്യാവശ്യം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട്, പിന്നെ ലാസ്റ്റ് സെൻറ്റിമെൻറ്റ്സും ഫൈറ്റും അങ്ങനെയായിട്ട് മിക്സ് ആയിട്ട് പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ആവറേജ് ലെവലിലുള്ള ഒരു പടമാണ്. അപ്പോൾ അതിന് OTT അവർക്ക് ആമസോൺ പ്രൈമിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ OTT കിട്ടിയിരിക്കുന്നത് ആമസോൺ പ്രൈമിന്. അതും ഇറങ്ങുന്നത് ഡിസംബർ 25-നാണ്, ക്രിസ്മസ്. ഇന്നലെയും അത്യാവശ്യം 2-3 സിനിമകളുടെ പേര് പറഞ്ഞു. പണി അങ്ങനത്തെ എല്ലാം ഇറങ്ങുന്നതും ഡിസംബർ 25-നാണ്. പ്രാവശ്യം ഡിസംബർ 25 ഒളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ക്രിസ്മസ് OTT-ക്കാർ. പിന്നെ അടുത്ത വരുന്നത് കപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെ മാത്യൂസിൻ്റെ അറിയാമല്ലോ, നമ്മളെ പയ്യൻസ് മാത്യു തോമസ്. പിന്നെ അതിൻ്റെ അകത്ത് ഇവനുണ്ട്, ബേസിലുണ്ട് നമിത പ്രമോദ്. ഇവർ രണ്ടാളാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച ഈ 3 ആൾക്കാരുടെ പടമാണ്. ഒരു ബാഡ്മിൻ്റൺ സ്റ്റോറിയാണ്, അതായത് ബാഡ്മിൻ്റൺ സ്റ്റോറി ആയിട്ടാണ് ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. ആവറേജ് റെസ്പോൺസാണ്, തിയേറ്ററിൽ വിജയിച്ചില്ല, ആവറേജ് റെസ്പോൺസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ OTT അവകാശം കിട്ടിയിരിക്കുന്നത് സൈനപ്ലേക്കാണ്. ഡിസംബർ 22-ന് സൈനപ്ലേയിൽ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഡിസംബർ 22-ന് കപ്പ് എന്ന് പറയുന്ന പടവും, 2024 ഡിസംബർ 22-ന് കപ്പ് എന്ന് പറയുന്ന പടവും സൈനപ്ലേക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ചങ്ങായിൻ്റെ അഭിനയമൊക്കെ അത്യാവശ്യം നല്ല അഭിനയമൊക്കെ തന്നെയാണ്. യൂത്ത് കയറി വരുന്ന ആൾക്കാരൊന്നുമല്ല. ഈ നെസ്ലിൻ്റെ പരം തന്നെ മാത്യു നല്ലൊരു നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഈ സിനിമയിൽ കപ്പിലാണെങ്കിൽ നമ്മളെ ബേസിലുണ്ട്. ബേസിലിപ്പോൾ അത്യാവശ്യം എല്ലാ സിനിമയിലും ഉണ്ടല്ലോ. പിന്നെ കുറച്ച് മുന്നേ വരെ കുറച്ചൊരു മലയാളികൾക്കൊരു ഒരു എന്താ പറയണ്ട, ഒരു മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു ചങ്ങായി കൂടിയാണ് നമ്മളെ ബേസിൽ. കാരണം കോമഡി അത്യാവശ്യം എന്തായാലും വേറെ ഒന്നും വലിയ ഇതാവില്ല. കോമഡി ക്യാരക്ടർ റോൾ ചെറുങ്ങനെ എടുക്കാൻ കഴിയും. കോമഡി തന്നെ മെയിനായിട്ട് ബേസിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമിത പ്രമോദുണ്ട്. ഇവർ 3 ആളാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച കപ്പ് എന്ന് പറഞ്ഞ സിനിമ. അത് ഇറങ്ങുന്നത് ഡിസംബർ 22-ന്. ഓക്കെ, സൈനപ്ലേ. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പോകുന്ന പടമാണ് പുഷ്പക വിമാനം. ഷിജു വിൽസനും ബാലു വർഗീസും കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച പുഷ്പക വിമാനം എന്ന് പറഞ്ഞ പടം ഡിസംബർ 20-ന് ശേഷം എപ്പോൾ അതും കിട്ടിയിരിക്കുന്നത് സൈനപ്ലേക്ക് തന്നെയാണ്. OTT അവകാശം കിട്ടിയിരിക്കുന്നത് സൈനപ്ലേക്ക് തന്നെയാണ്. ഡിസംബർ 20-ന് ശേഷം പ്രതീക്ഷിക്കാണ്. ആഫ്റ്റർ ഡിസംബർ 20-നാണ്. ആ ഡിസംബർ 20-ന് ശേഷം അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ ഇടാം. പുഷ്പക വിമാനം ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടീമുകളാണെങ്കിൽ ഏകദേശം അത് ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് ബേസ്. ഷിജു വിൽസണെല്ലാം ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്നതാണ്. മോശമില്ലാത്ത ലെവലിൽ ഇങ്ങനെ അത്യാവശ്യം ആക്ഷനൊക്കെ ചെയ്യുന്നതാണ്. കണ്ടിരിക്കുക പടം. ഒരു ആവറേജ് റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. പടം ഫെയിലായിന്, പരാജയപ്പെട്ടിന്. തിയേറ്റർ ബേസ് പരാജയപ്പെട്ട പടമാണ്. ഇനിയിപ്പോൾ OTT-ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്യുക. ഈ 3 എണ്ണത്തിൽ ഞാൻ പറയുന്നത് ബാഡ് ബോയ്സ് ഡിസംബർ 25-ന് ഇറങ്ങുന്ന ബാഡ് ബോയ്സ്. ഞാൻ വീണ്ടും പറയുന്നത് റഹ്മാൻ സാർ, പണ്ടത്തെ ഓർമ്മയുണ്ടാവല്ലോ. അധികം ആൾക്കാർക്ക് ഇപ്പോൾ രാജമാണിക്യത്തിലെല്ലാം മമ്മൂക്കയുടെ അനിയനായിട്ടുള്ള റോള് ചെയ്ത് റഹ്മാൻക്ക് അറിയാത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമല്ലോ. അപ്പോൾ ഒമർ ലുലു പാടുവാണ് കുറച്ച് ചെറിയൊരു ഹൈപ്പോട് കൂടിയിട്ട്. കാരണം അതിൻ്റെ ഗാനങ്ങൾ ടീസറും ട്രെയിലറിലും അത്യാവശ്യം യൂട്യൂബിലായാലും
അത്യാവശ്യം നല്ല റേഞ്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട ഒരു സീനാണ് ആ ഒരു പാട്ടൊക്കെ. അതുകൊണ്ട് മോശമില്ലാണ്ട് കണ്ടിരിക്കുക. ഒരു പണ്ട് കുറച്ച് കാലം മുന്നേ ഉള്ള ഒരു ആ റേഞ്ചിലുള്ള പടങ്ങളിൽ പെടുത്താൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഇത് കോമഡിയും ഉണ്ടാവും, അത്യാവശ്യം ആക്ഷൻ സീൻസും ഉണ്ടാവും, പിന്നെ കുറച്ച് സെൻറ്റിമെൻറ്റ്സും ഉണ്ടാവും. അങ്ങനെ ഒരു പടം ഇറങ്ങില്ലേ ജോണറിൽ കുറച്ച് മുന്നേ ഒക്കെ. ഇപ്പോൾ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഇപ്പം അങ്ങനത്തെ പടങ്ങൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പടമാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ? നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അതാണ് എനിക്ക് ഈ 3 ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയ ഇറങ്ങാൻ പോകുന്ന പടങ്ങളിൽ ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയ പടം ബാഡ് ബോയ്സ് റഹ്മാനിക്ക. പിന്നെ അതിനകത്ത് അത്യാവശ്യം ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, ബാബു ആൻ്റണി, ഇവരങ്ങനെയുള്ള ഒരു ജോണർ പടമാണ്. അപ്പോൾ ഇത് 3 മലയാളത്തിൻ്റെ അപ്ഡേറ്റ്സ് ഇന്നത്തെ. പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായി വീണ്ടും ഞാൻ വരും. നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.